ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. കൂടെ പാരിൽ പാർത്തിടും വരെ താങ്ങി നടത്തിയിടും തൃക്കരങ്ങളിൽ ഏറെ സുരക്ഷിതർ നമ്മൾ. പാർക്കും നാഥനോട് കൂടെ പാരിൽ പാർത്തിടും വരെ താങ്ങി നടത്തിയിടും തൃക്കരങ്ങളിൽ ഏറെ സുരക്ഷിതർ നമ്മൾ. യഹോവയാൽ അനുഗ്രഹീതമാകും യാഹൂദൻ കുടുംബമായിടും. യഹോവയാൽ അനുഗ്രഹീതമാകും യാഹൂദൻ കുടുംബമായിടും. അഗാധ സ്നേഹത്തെ സ്വർഗീയ സ്നേഹത്തെ ആഴമായി രുചിച്ചറിഞ്ഞിടും. അഗാധ സ്നേഹത്തെ സ്വർഗീയ സ്നേഹത്തെ ആഴമായി രുചിച്ചറിഞ്ഞിടും. പാർക്കും നാഥനോട് കൂടെ പാരിൽ പാർത്തിടും വരെ താങ്ങി നടത്തിയിടും തൃക്കരങ്ങളിൽ ഏറെ സുരക്ഷിതർ നമ്മൾ. നിത്യവും നിന്നാമം പാടി വാഴ്ത്തും നിത്യമാകും രാജ്യം പോകുവാൻ. നിത്യവും നിന്നാമം പാടി വാഴ്ത്തും നിത്യമാകും രാജ്യം പോകുവാൻ. നിത്യസ്നേഹത്തെ മറന്നിടാതെ നാം ക്രൂശിതന്റെ സാക്ഷിയായിടാം. നിത്യസ്നേഹത്തെ മറന്നിടാതെ നാം ക്രൂശിതന്റെ സാക്ഷിയായിടാം. പാർക്കും നാഥനോട് കൂടെ പാരിൽ പാർത്തിടും വരെ താങ്ങി നടത്തിയിടും തൃക്കരങ്ങളിൽ ഏറെ സുരക്ഷിതർ നമ്മൾ.
കുടുംബമായി വരുന്നിതാ ഞങ്ങൾ. നന്ദിയോടെന്നും ജീവിച്ചിടുവാൻ കുടുംബമായി വരുന്നിതാ ഞങ്ങൾ. പാർക്കും നാഥനോട് കൂടെ പാരിൽ പാർത്തിടും വരെ താങ്ങി നടത്തിയിടും തൃക്കരങ്ങളിൽ ഏറെ സുരക്ഷിതർ നമ്മൾ. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുവാൻ ആവലോടെ ഇരിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും എൻ്റെ സ്നേഹവന്ദനം. ഒരു ക്രിസ്ത്യാനി താൻ ഇനി മുതൽ നന്നായി ജീവിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല, അവൻ്റെ ജീവിതത്തിൽ അതുവരെയും വന്ന പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയിട്ട് വേണം, പാപബോധം ഉൾക്കൊണ്ടുകൊണ്ട് പ്രായശ്ചിത്തം വരുത്തിയിട്ട് വേണം അവൻ മുൻപോട്ട് പോകാനായി. അതാണ് വേദപുസ്തകത്തിൻ്റെ താക്കോൽ വാക്യമായ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം കാണുന്നത്. അവിടെ പറയുന്നു, യേശുക്രിസ്തുവിൽ വിശ്വസിക്കണമെന്ന്. യേശുക്രിസ്തുവിൽ എന്താണ് വിശ്വസിക്കേണ്ടത്? എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം കാൽവരി ക്രൂസിലെ ബലിയാണ് എന്ന് നാം വിശ്വസിക്കണം. ഞാനൊരു പാപിയായിരുന്നു എന്ന് ആദ്യം വിശ്വസിച്ചിട്ട് പാപത്തിന് പരിഹാരം വന്നു, അത് കാൽവരി ക്രൂസിലെ ബലിയിലൂടെയാണ് വന്നത് എന്ന് നാം ഏറ്റുപറയുകയാണ്. അതിനുശേഷം ക്രിസ്തുവിന് നാം ഒരു ഉറപ്പ് കൊടുക്കുന്നു, ഇനി എൻ്റെ ജീവിതത്തിലേക്ക് പാപം വരികയില്ല. ഈ 3 കാര്യങ്ങൾ ഒരുവൻ്റെ ജീവിതത്തിൽ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ പാപബോധം ഉൾക്കൊണ്ട് പ്രായശ്ചിത്തത്തിൻ്റെ ബോധത്തോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഈ തീരുമാനങ്ങളെ സമർപ്പിച്ചാൽ അവൻ മാനസാന്തരപ്പെട്ടവനായി. ഒരു വ്യക്തി മാനസാന്തരപ്പെട്ടാൽ, ഒരു ക്രൈസ്തവൻ യഥാർത്ഥ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്നാൽ അവൻ എന്താണ് അവൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാവുന്ന ഗുണങ്ങൾ? അവൻ്റെ ജീവിതം ഈ ഭൂമിയിൽ ഇതൊന്നും മനസ്സിലാക്കാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് വേറിട്ടതായിരിക്കുമോ? അഥവാ വേറിട്ടതായി സ്വർഗത്തിലെ ദൈവം അവൻ്റെ ജീവിതത്തെ നോക്കിക്കാണുമോ? തീർച്ചയായും കാണും. സ്വർഗത്തിലെ ദൈവത്തിന് മാനസാന്തരപ്പെട്ട ഒരു വ്യക്തി എന്നും പ്രിയപ്പെട്ടവനായിരിക്കും. മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിയുടെ മേൽ സ്വർഗത്തിൻ്റെ കരുതലും കാവലും എന്നും ഉണ്ടാകും. നാം ഒരിക്കലും വിസ്മരിക്കരുത്. യിരെമ്യാ പ്രവചനം 29-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ എന്നോട് അപേക്ഷിച്ചു എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. നാം വായിച്ചു കേട്ടു ഒരു ശുഭഭാവിയെ പറ്റി. ഒരു ശുഭഭാവി നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾക്ക് പ്രാപ്യമാകുവാൻ നിത്യനായ ദൈവം ചില നിരൂപണങ്ങൾ ദൈവത്തിൻ്റെ മനസ്സിലുണ്ട്. ആ നിരൂപണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഈ ഭൂമിയിലെ ഒരു വ്യക്തിക്കും അറിയാൻ കഴിയുന്നതല്ല. വീണ്ടും പറയുന്നു, നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നു കഴിക്കുന്ന പ്രാർത്ഥനകൾ, അപേക്ഷകൾ സ്വർഗം കേൾക്കും. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നന്ന്. എന്താണ് സന്നിധിയിൽ, ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ? പഴയ നിയമകാലത്ത് സംഖ്യാപുസ്തകത്തിൽ നാം വായിക്കും, ഒരു യഹൂദൻ ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ അവൻ്റെ കൂടെ ഒരു മൃഗമുണ്ടാകണം. ഒരു മൃഗം, ജീവനുള്ള ഒരു മൃഗം. ആ മൃഗത്തെ എന്തിനാണ് യഹൂദൻ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ കൂടെ കൂട്ടുന്നത്? ആ മൃഗം ഒരു ബലിമൃഗമാണ്. എന്തിനു വേണ്ടിയിട്ട്? അവൻ്റെ ഓർമ്മയിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾ, ഓർമ്മയിൽ നിലനിൽക്കുന്ന പാപങ്ങൾ, പരിഹാരം വരാത്തതായ പാപങ്ങൾ ആ മൃഗത്തിൻ്റെ മേൽ ആരോപിക്കപ്പെടും. പുരോഹിതൻ പ്രാർത്ഥിച്ച് ആ മൃഗത്തിൻ്റെ മേൽ ആരോപിക്കപ്പെടും. അപ്പോൾ ആ മൃഗം അവന് വേണ്ടി പാപിയുടെ സ്ഥാനത്ത് ആയിത്തീരും. പാപത്തിന് ശമ്പളം ഒന്നേ ഉള്ളൂ, അത് മരണമാണ്. അത് കൊലയാണ്, മരണമാണ്.
പാപിയായ, പാപം ചെയ്ത ആ വ്യക്തി മരിക്കപ്പെടുന്നില്ല. അവന് വേണ്ടി പാപം ചെയ്യാത്ത ഒരു മൃഗം അറുക്കപ്പെടുന്നു. അതിനെയാണ് സന്നിധിയിൽ വരിക എന്ന് പറയുന്നത്. യഹൂദൻ സന്നിധിയിൽ വരിക എന്ന് പറഞ്ഞാൽ നിശ്ചയമായും അവൻ്റെ കൂടെ ഒരു മൃഗം വേണം. ആ മൃഗത്തെയും കൊണ്ടാണ് അവൻ ദേവാലയത്തിലേക്ക് ചെല്ലുന്നത്. ദേവാലയത്തിൽ ചെന്ന യഹൂദൻ, പുരോഹിതൻ പ്രാർത്ഥിച്ച് ആ മൃഗം അവന് വേണ്ടി ബലി കഴിക്കപ്പെടുന്നു. അപ്പോൾ അവൻ പാപമില്ലാത്തവനായി സ്വർഗം അവനെ മുദ്രകുത്തുന്നു. പാപം അവിടെ തീർന്നു. അപ്പോൾ അവൻ പ്രാർത്ഥിച്ചാൽ സ്വർഗം കേൾക്കും. അതാണ് സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ. മർമ്മം മനസ്സിലാകാതെ പോകരുത്. യിരെമ്യാ പ്രവചനം പറയുന്നു, നാം വായിച്ചു കേട്ടു, നിങ്ങൾ എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. സന്നിധിയിൽ വരിക എന്ന് പറഞ്ഞാൽ പാപത്തിന് പരിഹാരം വരുത്താനാണ് സന്നിധിയിൽ വരുന്നത്. മൃഗത്തെയും കൊണ്ടാണ് സന്നിധിയിൽ വരുന്നത്. പാപത്തിന് പരിഹാരം വരുത്തിയിട്ട് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി നാം എന്ത് കാര്യം അപേക്ഷിച്ചാലും പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിൽ നിന്ന് ഉത്തരം ലഭിക്കും. അതാണ് പ്രവചനത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. ഏതാണ് നമ്മുടെ ശുഭഭാവി? നാം പ്രാർത്ഥിച്ച കാര്യങ്ങൾക്ക് ഉത്തരം സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിൽ നിന്ന് അയച്ചു തരുന്ന കാലത്തെയാണ് നാം ശുഭഭാവി എന്ന് പേര് പറയുന്നത്. ശുഭഭാവി, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന കാലം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന കാലം. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്താണ് ഇന്ന് നാം ഓരോരുത്തരും ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ, അല്ല കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ, അല്ല നാം നമ്മുടെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നാം ഏതെങ്കിലും മൃഗത്തെ പിടിക്കണമോ ബലി കഴിക്കാനായി? നാം ഏതെങ്കിലും മൃഗത്തെയും കൊണ്ട് പോകണമോ നമുക്ക് വേണ്ടി പാപപരിഹാരത്തിനായി? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അറുക്കപ്പെടാനൊരു മൃഗത്തെ നാം കൊണ്ടുപോകണമോ? വേണ്ട. അതാണ് കൃപയുടെ പ്രമാണം. അതാണ് നിത്യജീവൻ്റെ സ്നേഹം. അതാണ് പിതാവാം ദൈവം നമ്മെ സ്നേഹിച്ചത്. വേദപുസ്തകത്തിൻ്റെ താക്കോൽ വാക്യം, താക്കോൽ എടുക്കുക എന്ന് പറഞ്ഞാൽ ആ സത്യത്തെ നാം ഉൾക്കൊള്ളുക എന്നർത്ഥം. എനിക്ക് വേണ്ടി യേശുക്രിസ്തു ഒരിക്കൽ മരണപ്പെട്ടു. യേശുക്രിസ്തു കാൽവരി ക്രൂസിൽ മരണപ്പെട്ടു. ആ സത്യത്തെ ഞാൻ വിശ്വസിക്കുമ്പോൾ ഞാൻ സന്നിധിയിൽ ചെന്ന യഹൂദന് സമനായി. ഞാൻ ദൈവസന്നിധിയിൽ മൃഗത്തെയും കൊണ്ടുചെന്ന് അവൻ്റെ പാപത്തിന് പരിഹാരം വരുത്തിയ യഹൂദനെ പോലെ തന്നെ ദൈവത്തിൻ്റെ മുൻപിൽ കാണപ്പെടാൻ യോഗ്യതയുള്ള ഒരു വ്യക്തിയായി ഞാൻ മാറി. എപ്പോൾ? ഞാൻ ബലി കഴിച്ചപ്പോഴല്ല, ഞാൻ മൃഗത്തെ പള്ളിയിൽ കൊണ്ടുപോയി കൊടുത്തപ്പോഴല്ല, ഞാൻ യേശുക്രിസ്തുവിൻ്റെ ബലിയിൽ വിശ്വസിച്ച് ആ ബലിയിൽ ഒളിഞ്ഞിരിക്കുന്ന സത്യം ഞാൻ ഉൾക്കൊണ്ടപ്പോൾ. പ്രിയപ്പെട്ട ദൈവമക്കളെ, മാനസാന്തരപ്പെട്ട ഒരു വ്യക്തി പ്രാർത്ഥിച്ചാൽ സ്വർഗം ആ പ്രാർത്ഥന കേട്ടിരിക്കും. മാനസാന്തരപ്പെടാതെ ഒരു വ്യക്തി എത്ര തവണ മുട്ടി വിളിച്ചാലും സ്വർഗത്തിന് ആ പ്രാർത്ഥന കേൾക്കുവാൻ സാധിക്കുകയില്ല. നാം കാര്യങ്ങൾ വളരെ വ്യക്തമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മീയ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ട് വേണം ഈ ഭൂമിയിൽ ക്രൈസ്തവർ എന്നുള്ള മേൽവിലാസത്തിൽ ജീവിക്കുവാനായി. ചില അനുഗ്രഹങ്ങൾ മാത്രം, ലോകത്തിലെ ചില നേട്ടങ്ങൾ മാത്രം സമ്പാദിക്കുവാൻ വേണ്ടി നന്നായി ജീവിക്കുന്ന ഒന്നല്ല ക്രൈസ്തവ ജീവിതം. അതിനപ്പുറത്തേക്ക് നീണ്ടു നിൽക്കുന്നതാണ് ക്രൈസ്തവ ജീവിതം. പ്രിയപ്പെട്ട ദൈവമക്കളെ, മാനസാന്തരം എന്ന വലിയ അനുഭവം നാം പ്രാപിച്ചാൽ, ആ സത്യം ഉൾക്കൊണ്ടാൽ, ആ താക്കോലെടുത്ത് വിശുദ്ധ വേദപുസ്തകത്തെ തുറന്നാൽ, അതിനെ ക്രമമായി വായിച്ചാൽ, അനുശീലനം ചെയ്താൽ, അതും പ്രകാരം ജീവിതം ക്രമപ്പെടുത്തിയാൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടും. മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം തുറന്നിരിക്കും. അതാണ് മാനസാന്തരപ്പെട്ടവന് ലഭിക്കുന്ന ഒന്നാമത്തെ ഗുണം. വീണ്ടും വിശുദ്ധ വേദപുസ്തകം പറയുന്നു, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം അതിൻ്റെ 13-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുന്നു: കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. എന്തിനാണ് ഈ 3 കാര്യങ്ങൾ? പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനാം ദൈവത്തിൻ്റെ കൃപ, പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ സംബന്ധവും സഹവാസവും കൂട്ടായ്മ. എന്തിനാണ് ഈ 3 കാര്യങ്ങൾ? മാനസാന്തരപ്പെട്ട ഒരു വ്യക്തി അവൻ ആ നിമിഷം ഉറപ്പ് കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്: ഇനി എൻ്റെ ജീവിതത്തിലേക്ക് അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് വരികയില്ല എന്ന്. അറിഞ്ഞുകൊണ്ട് ഞാൻ തെറ്റായി സംസാരിക്കുകയില്ല, തെറ്റായി ചിന്തിക്കുകയില്ല. എൻ്റെ ഭവനത്തെ ഞാൻ കാക്കും, എൻ്റെ ശരീരത്തെ ഞാൻ കാക്കും, ദുഷ്ടൻ തൊടാതെ ഞാൻ കാക്കുമെന്നെല്ലാം സമർപ്പണം സ്വർഗത്തിലെ ദൈവത്തോട് പറയുമല്ലോ. ആ സമർപ്പണത്തിൽ നിലനിർത്തേണ്ട ഉത്തരവാദിത്വം സ്വർഗം ഏറ്റെടുക്കുകയാണ്. സ്വർഗം അവന് പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ്. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനാം ദൈവത്തിൻ്റെ കൃപ,
പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ സഹവാസവും സംബന്ധവും നമ്മുടെ മേൽ അയച്ചു തരികയാണ് പ്രിയപ്പെട്ടവരെ. നാം എടുത്ത സമർപ്പണത്തിൽ നിലനിൽക്കാനുള്ള സ്വർഗീയ ശക്തി. മദ്യപാനത്തിൽ നിന്ന് ഒരു മദ്യപാനി തൻ്റെ മദ്യപാനം വിടണമെന്ന് ആഗ്രഹിച്ചാൽ ആ ശക്തി സ്വർഗത്തിൽ നിന്ന് അയച്ചു തരും, അവൻ ഹൃദയത്തിൽ നിന്ന് ശരിയായി ആഗ്രഹിക്കുകയാണെങ്കിൽ. ചീത്ത വാക്ക് മാത്രം പറയാൻ ശീലിച്ച ഒരു വ്യക്തി ഇനി മുതൽ എൻ്റെ വായിൽ നിന്ന് വരികയില്ല എന്നൊന്ന് തീരുമാനിച്ചാൽ സ്വർഗത്തിൽ നിന്നുള്ള കൃപ അപ്പോൾ അവിടെ പകരുകയാണ്. ആ പാപം ചെയ്യാതിരിക്കാനുള്ള ശക്തി നാം മനസ്സിലാക്കണം. എവിടെയും നിത്യനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. പഴയ നിയമകാലത്ത് യഹൂദന് ദൈവസന്നിധിയിൽ ചെന്ന് മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. ദൈവസന്നിധിയിൽ ചെന്ന് മാത്രം, ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലണം, മൃഗത്തെയും കൊണ്ട് ചെല്ലണം, പാപത്തിൻ്റെ പരിഹാരം വരുത്തിയിട്ട് വേണം പ്രാർത്ഥിക്കാൻ. പക്ഷേ ഇന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം നമ്മുടെ വലിയ വീട്ടിലോ അതോ ചെറിയ വീട്ടിലോ, നാം യാത്ര ചെയ്യുന്ന നമ്മുടെ വാഹനത്തിലോ നമ്മുടെ ജോലി സ്ഥലത്തോ നാം ആഗ്രഹിക്കുന്ന നിമിഷം നമുക്ക് ദൈവസാന്നിധ്യം ലഭിക്കും. മാനസാന്തരപ്പെട്ടവന് ലഭിക്കുന്ന ഒരു ഗുണമാണ് ദൈവസാന്നിധ്യം. എന്താണ് അവന് ലഭിക്കുന്ന ഗുണം? അവൻ്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം തുറന്നിരിക്കും. അവന് ദൈവസാന്നിധ്യം അവൻ ആഗ്രഹിക്കുന്ന നിമിഷം അവന് ലഭിക്കും. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ സംബന്ധവും സഹവാസവും നാം ഓരോരുത്തരുടെയും മേൽ ലഭിക്കും. പ്രിയപ്പെട്ടവരെ, മാനസാന്തരപ്പെട്ടവൻ്റെ ഗുണം നാം ഇത് മനസ്സിലാക്കിയിട്ട് വേണം ഈ ഭൂമിയിൽ ജീവിക്കുവാനായി. മാനസാന്തരത്തിന് മുൻപും മാനസാന്തരത്തിന് ശേഷവും ആഗ്രഹങ്ങളിൽ വ്യത്യാസമുണ്ട്. മാനസാന്തരത്തിന് മുൻപും മാനസാന്തരത്തിന് ശേഷവും പ്രാർത്ഥനകളിൽ വ്യത്യാസമുണ്ട്. മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിയുടെ ഹൃദയം എന്താണ് പറയുന്നതെന്നറിയാമോ? മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിയുടെ ഹൃദയം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ എൻ്റെ ഹൃദയം പ്രിയപ്പെടുന്നു. ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം എപ്പോഴും നിൻ്റെ ഇഷ്ടം ചെയ്യുവാനാണ്. 40-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാം വാക്യം, ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. സങ്കീർത്തനക്കാരനായ ദാവീദ് ഈ വാക്ക് പറയുന്നതിന് കുറച്ച് നാളുകൾക്ക് മുൻപ് 32-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞു, രാവും പകലും നിൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. ഒരു കാലത്ത് താങ്ങിയ കൈയല്ലേ? ഒന്നുമില്ലാതിരുന്ന സമയത്ത് കേവലം ഇടയ ചെറുക്കനായി ആടുകളെ മേയിച്ചുകൊണ്ട് കാടുകളിലും വനാന്തരങ്ങളിലൂടെയും എല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ആടിൻ്റെ മണമുള്ളവനായി അവിടെ എല്ലാം നടക്കുമ്പോൾ, ലോകത്തിൻ്റെ മുൻപിൽ ഒരു പേരില്ലാത്തവനായി ആരാലും അറിയപ്പെടാതിരുന്നപ്പോൾ താങ്ങിയ കൈയല്ലേ? ഇന്ന് ദാവീദ് ജീവിക്കുന്നത് കൊട്ടാരത്തിലാണ്. ഈ ഭൂമിയിലെ എല്ലാ സുഖ സൗകര്യങ്ങളും അവനുണ്ട്, എല്ലാ സുഖ സൗകര്യങ്ങളും. വലിയൊരു രാജ്യം ഭരിക്കാനുണ്ട്, തന്നെ അനുസരിക്കുന്ന വലിയൊരു സേവക വൃന്ദമുണ്ട്. അതെല്ലാം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ദാവീദ് പറയുകയാണ്, ഒരു കാലത്ത് താങ്ങിയ കയ്യെ നോക്കി ദാവീദ് പറയുകയാണ്, രാവും പകലും നിൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. എന്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ അങ്ങനെ സംഭവിച്ചു? ഒരു കാലത്ത് താങ്ങിയ കൈ, നടത്തിയ കൈയെ ഭാരമുള്ള കൈ, ഇന്നെനിക്ക് ഈ കൈ ഭാരമാണ്, ഇന്നെനിക്ക് ഈ ജീവിത രീതി പ്രയാസമാണ്, ഇന്നെനിക്ക് ദൈവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം ഭയപ്പെടുന്നു എന്ന് പറയാൻ മാത്രം എന്താണ് അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്? ജീവിതത്തിൽ അകൽച്ച സംഭവിച്ചു, ജീവിതത്തിൽ പിന്മാറ്റം സംഭവിച്ചു, ജീവിതത്തിൽ പാപം വന്നു. പുറത്ത് പേര് പോലും പറയാൻ അറയ്ക്കത്തക്കതായ പാപം അവൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ അവൻ പറയുകയാണ്, രാവും പകലും നിൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. പ്രിയപ്പെട്ടവരെ, പക്ഷേ സ്വന്തം ജീവിതത്തിൽ വന്നുപോയ തെറ്റ് തിരുത്തി, പാപം എന്താണെന്ന് തിരുത്തി, പാപം തിരിച്ചറിഞ്ഞ് ദൈവത്തോട് വാക്ക് പറഞ്ഞ് അനുതപിച്ചപ്പോൾ ആ ഹൃദയത്തിൽ നിന്ന് ഒഴുകി വന്നു, ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. മാനസാന്തരപ്പെട്ടവൻ്റെ ആഗ്രഹവും ഹൃദയത്തിൻ്റെ ആഗ്രഹം, മാനസാന്തരപ്പെടാത്തവൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹവും തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം ചിന്തിച്ചു നോക്കണം, നാം യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ടോ? ഇത് ഒരു ടെസ്റ്റായി നമുക്ക് ഉപയോഗിക്കാം. എൻ്റെ ഹൃദയത്തിലെ ചില ആഗ്രഹങ്ങൾ എന്താണ്? വിശുദ്ധ വേദപുസ്തകവുമായി മാറിയിരിക്കാൻ ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ, അഥവാ ഒരു തോന്നലുണ്ടായാൽ, ആ ആഗ്രഹത്തിന് നാം വല്ലാതെ വില കൊടുക്കുന്നവരാണോ? നമ്മുടെ ഹൃദയം അതിനു വേണ്ടി കൊതിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം, സത്യവചനം, മാനസാന്തരത്തിൻ്റെ വചനം എവിടെയെങ്കിലും കേൾക്കാനൊരു അവസരമുണ്ടോ എന്ന് പറയുമ്പോൾ ഏത് വില കൊടുത്തും അവിടെ പോകണം, എൻ്റെ കുടുംബത്തെയും അത് കേൾപ്പിക്കണമെന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ മുഴങ്ങുന്നുണ്ടോ? ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നാം ചിന്തിച്ചു നോക്കണം, മാനസാന്തരപ്പെട്ടിട്ടില്ല നാം ഓരോരുത്തരും. മാനസാന്തരത്തിൻ്റെ സൗഭാഗ്യം നാം അനുഭവിച്ചിട്ടില്ല. ക്രിസ്ത്യാനികളായിരിക്കാം, ഈ ഭൂമിയിൽ ചടങ്ങുകളുണ്ടാകാം, ആചാരങ്ങളുണ്ടാകാം, അനുഷ്ഠാനങ്ങളുണ്ടാകാം. പക്ഷേ
യേശുക്രിസ്തു അവരുടെ ജീവിതത്തിൽ രക്ഷകനായി കടന്നു വന്നിട്ടില്ല. അവരുടെ ജീവിതത്തിൽ യേശുക്രിസ്തു ദൈവപുത്രനായി മാത്രം ഒതുങ്ങി നിൽക്കുന്നു. അല്ല, പുതിയൊരു ജീവിതക്രമം ഈ ഭൂമിയിൽ പരിചയപ്പെടുത്തി കൊടുത്ത ഒരു വ്യക്തിയായി മാത്രം ഒതുങ്ങി നിന്നേക്കാം. അവരുടെ രക്ഷകനായി കടന്നു വന്നിട്ടില്ല. രക്ഷകനായ യേശുക്രിസ്തുവിനെ ഉൾക്കൊണ്ടവൻ്റെ പേരാണ് മാനസാന്തരപ്പെട്ടവനെന്ന്. മാനസാന്തരപ്പെട്ടവൻ പ്രാർത്ഥിച്ചാൽ സ്വർഗം കേൾക്കും. മാനസാന്തരപ്പെട്ടവന് പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ സംബന്ധവും സഹവാസവും സ്നേഹവും കൃപയും ഏത് നിമിഷവും അവൻ ആഗ്രഹിച്ചാൽ, അവൻ ഒന്ന് കണ്ണുകളെ അടച്ചാൽ ഏത് നിമിഷത്തിൽ സ്ഥല സാഹചര്യങ്ങളെ നോക്കാതെ പരിമിതികളെ നോക്കാതെ അവന് ലഭിക്കും. ആ സത്യം ഉൾക്കൊണ്ട് ജീവിക്കുന്നവനാണ് മാനസാന്തരപ്പെട്ടവൻ. അവൻ്റെ ഹൃദയം മന്ത്രിക്കും, ദൈവമേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാനാണ് ഞാൻ പ്രിയപ്പെടുന്നതെന്ന്. നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ. മാനസാന്തരപ്പെട്ടവൻ്റെ പ്രാർത്ഥനയ്ക്ക് വ്യത്യാസമുണ്ട്. മാനസാന്തരപ്പെട്ടവൻ എന്താണ് പ്രാർത്ഥിക്കുക? ഒരിക്കൽ മാനസാന്തരപ്പെട്ട യെശയ്യാ പ്രവാചകനും മാനസാന്തരപ്പെടാത്ത ഉസിയ രാജാവും ഒരേ ദേവാലയത്തിലേക്ക് കടന്നു ചെന്നു. എന്താണ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത്? യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. യെശയ്യാ പ്രവാചകൻ ദേവാലയത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ അവൻ പറയുകയാണ്, അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു. ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. പ്രവാചകന് മനസ്സിലായി, ഞാൻ ദൈവത്തിൻ്റെ ദൂതറിയിക്കുന്നവനാണ്. അതിൽ മായം ചേർക്കാതെ ദൈവത്തിൻ്റെ ഹൃദയത്തിലെ വികാരങ്ങൾ ഞാൻ അമ്പാടെ ജനങ്ങളെ അറിയിക്കുന്നവനാണ്. പക്ഷേ എൻ്റെ ഹൃദയം ശുദ്ധിയില്ലാത്തതാണ്, എൻ്റെ അധരങ്ങൾ ശുദ്ധിയില്ലാത്തതാണ്. ഞാൻ ആരുടെ ഇടയിൽ പാർക്കുന്നു ആ ജനതയും ഒട്ടും വ്യത്യസ്തരല്ല. അവരുടെ ഹൃദയവും ശുദ്ധിയില്ലാത്തതാണ്. ഇന്ന് പല ഉപദേശങ്ങളും ഉപദേശിക്കപ്പെടുന്ന വ്യക്തി, ഉപദേഷ്ടാക്കന്മാർ പറയും, എനിക്ക് ശുദ്ധിയുണ്ട്, നിങ്ങൾക്ക് ആർക്കും ശുദ്ധിയില്ല. പക്ഷേ പ്രവാചകൻ എന്താണ് വിളിച്ചു പറഞ്ഞത്? അയ്യോ, എനിക്ക് ഒട്ടും ശുദ്ധിയില്ല, ഞാൻ ഉപദേശകനാണ്, പക്ഷേ എൻ്റെ ഉപദേശം കേൾക്കുന്ന നിങ്ങളിൽ നിന്ന് ഞാൻ ഒട്ടും വിഭിന്നനല്ല, ഞാൻ കുറവുള്ളവൻ തന്നെ. മാനസാന്തരപ്പെട്ടവൻ്റെ ഹൃദയം എപ്പോഴും തൻ്റെ കുറവുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. ഒന്നിലും അവന് പുകഴാനില്ല, അവൻ്റെ ഉയർച്ച എവിടെയും രേഖപ്പെടുത്താനില്ല. അവൻ ഉയർന്നോ എന്ന് ഒരു നിമിഷവും അവൻ നോക്കുന്നില്ല. എവിടെയാ എപ്പോഴും കുറവുകൾ മാത്രം. എന്തു ചെയ്തിട്ടും ശരിയാകുന്നില്ല. ഒരു കാര്യവും ഭൂമിയിൽ ദൈവത്തിൻ്റെ കൃപ കൂടാതെ എനിക്ക് മുമ്പോട്ട് ചെയ്യാൻ സാധിക്കുകയില്ല. മാനസാന്തരപ്പെട്ടവൻ്റെ ഹൃദയം അതാണ് പറയുക. അവൻ്റെ ഹൃദയത്തിലെ പ്രാർത്ഥന നശിച്ചു എന്നാണ്. ഞാൻ ചെയ്തു കൂട്ടിയതൊന്നും ദൈവത്തിന് പ്രസാദകരമല്ലല്ലോ എന്നാണ്. എൻ്റെ വേല ദൈവത്തിന് പ്രസാദകരമല്ലല്ലോ. ഞാൻ കുടുംബജീവിതം നയിച്ചത് ദൈവത്തിന് പ്രസാദകരമല്ലല്ലോ. ഞാൻ ഔദ്യോഗിക ജീവിതം നിർവഹിച്ചത് അത് ദൈവത്തിന് പ്രസാദകരമായിട്ടല്ലല്ലോ. ഞാൻ മക്കളെ വളർത്തിയത്, മക്കൾക്ക് ഉപദേശം കൊടുത്തത്, കൂട്ടായ്മയിൽ അനേകരെ ഉപദേശിച്ചത്, അനേകരെ ഒന്നിപ്പിച്ചത്, അനേകരുടെ ഇടയിലുണ്ടായിരുന്ന ഭിന്ന അഭിപ്രായങ്ങളെ തീർത്തത്, ഇതെല്ലാം ദൈവത്തിന് പ്രസാദകരമായ രീതിയിലായിരുന്നില്ലല്ലോ എന്ന് വളരെ വ്യക്തമായി മാനസാന്തരപ്പെട്ട ഒരു ദൈവപൈതലിന് മനസ്സിലാവും. പ്രിയപ്പെട്ട ദൈവമക്കളെ, മാനസാന്തരപ്പെട്ട ഒരുവൻ്റെ പ്രാർത്ഥന വ്യത്യാസപ്പെട്ടിരിക്കും. മാനസാന്തരപ്പെട്ട ഒരുവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കും. മാനസാന്തരപ്പെട്ടവൻ എന്താണ്? സ്വർഗത്തിലെ ദൈവത്തോട് എപ്പോഴും ഒരു തീരുമാനം പറഞ്ഞുകൊണ്ടിരിക്കും. എന്താണ് മാനസാന്തരപ്പെട്ടവൻ്റെ ഹൃദയത്തിലെ തീരുമാനം? ഞാനിനി ദോഷത്തിന് പ്രതികാരം ചെയ്യില്ല. സദൃശവാക്യങ്ങൾ അതിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിലാണ്, ഞാൻ ദോഷത്തിന് പകരം പ്രതികാരം ചെയ്യുമെന്ന് നീ പറയരുത്. മാനസാന്തരപ്പെട്ടവൻ്റെ ഹൃദയത്തിലെ തീരുമാനമാണ്. യാഗം കഴിച്ചവൻ്റെ ഹൃദയത്തിലെ തീരുമാനമാണ്. സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചവൻ്റെ ഹൃദയത്തിലെ തീരുമാനമാണ്. എന്താണ്? ഞാനിനി ദോഷത്തിന് പകരം പ്രതികാരം ചെയ്യില്ല. അടുക്കളയിൽ ജോലി ചെയ്യുന്ന വീട്ടമ്മ തീരുമാനിക്കാം, ഞാനിൻ്റെ ദോഷത്തിന് പകരം പ്രതികാരം ചെയ്യില്ല. വീട്ടിലേക്ക് കയറി വന്ന മരുമകൾക്ക് തീരുമാനിക്കാം, ഞാൻ കേട്ട കുറ്റപ്പെടുത്തലുകൾക്കും ഒറ്റപ്പെടുത്തലുകൾക്കും മുറിപ്പെടുത്തുന്ന വ്രണപ്പെടുത്തുന്ന വാക്കുകൾക്കും പകരം ഞാൻ പ്രതികാരം ചെയ്യില്ല. അത് കഴുകിത്തരാൻ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ സംബന്ധവും സഹവാസവും സ്നേഹവും കൃപയും നമ്മോടുകൂടെ ഉണ്ട്. തീരുമാനിച്ചാൽ കൃപ സ്വർഗത്തിൽ നിന്ന്. അതിനെയാണ് കൃപായുഗമെന്ന് പറയുന്നത്. ന്യായപ്രമാണ കാലഘട്ടത്തിൽ ആ കൃപ ലഭിച്ചിരുന്നില്ല. ഇന്ന് സ്വന്തം വീട്ടിൻ്റെ അടുക്കളയിലിരുന്ന് ഈ തീരുമാനം ദൈവത്തോട് അറിയിക്കുന്ന പക്ഷം കൃപ സ്വർഗത്തിൽ നിന്ന് ഒഴുകി വരികയായി. വന്ന മരുമകൾക്ക് ഇങ്ങനെ തീരുമാനിക്കാം, ആ വീട്ടിലുണ്ടായിരുന്ന അമ്മാവി അമ്മയ്ക്കും തീരുമാനിക്കാം, എൻ്റെ മകളെ സ്വന്തം മകളെ പോലെ ഞാൻ കരുതും. ഒരു യുവാവിന് തീരുമാനിക്കാം, ഞാനിനി അശുദ്ധിക്ക് വേണ്ടി എൻ്റെ ജീവിതം വിട്ടുകൊടുക്കുകയില്ല എന്ന്. അശുദ്ധമായ വാക്കുകളെ പറയുന്ന കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒരിക്കലും ഞാൻ ഇറങ്ങി ചെല്ലുകയില്ല എന്ന് ഒരു യുവാവിന് തീരുമാനിക്കാം. ഞാൻ ലഹരി ഉപയോഗിക്കുന്നില്ലായിരിക്കാം,
പക്ഷേ ഞാൻ അറിയുന്ന ലഹരി ഉപയോഗിക്കുന്ന എനിക്ക് കൂട്ടുകാരായിട്ടുണ്ട്. അവരുമായിട്ടുള്ള ചങ്ങാത്തം ഞാൻ അവസാനിപ്പിക്കുമെന്ന് തീരുമാനിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, കൃപ സ്വർഗത്തിൽ നിന്നാണ്. കൃപ സ്വർഗത്തിൽ നിന്ന് പരിപാലിക്കാൻ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ സ്നേഹവും കൃപയും എപ്പോഴും നാം ഓരോരുത്തരോടും കൂടെയുണ്ട്. നാം എന്താണ് കേട്ടത്? മാനസാന്തരം എന്നാൽ വേദപുസ്തകത്തിൻ്റെ താക്കോലെടുക്കുക എന്നർത്ഥം. എന്താണ് താക്കോൽ? യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. എന്താണ് വിശ്വാസം? ഞാനൊരു പാപിയായിരുന്നു. ഞാൻ ചെയ്ത പാപങ്ങൾക്ക് പരിഹാരം യേശുക്രിസ്തുവിൻ്റെ ബലിയിൽ കൂടെ എനിക്ക് ലഭിച്ചു. ഇനി അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരു പാപം ചെയ്ത് എൻ്റെ ദൈവത്തെ വേദനിപ്പിക്കുകയില്ല. ഞാൻ മാനസാന്തരപ്പെട്ടു, താക്കോലുള്ളവനായി. ഞാൻ പഴയ നിയമകാലത്ത് ദൈവസന്നിധിയിൽ കടന്നു ചെന്ന് മൃഗത്തെയും കൊണ്ട് ചെന്ന് ബലി കഴിച്ച യഹൂദന് സമം എന്നെ നിത്യനായ ദൈവം കണക്കിട്ടു. എന്താണ് ഗുണം? ഞാൻ പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിൽ നിന്ന് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. ഞാൻ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിൽ നിന്ന് ദൈവം ഉത്തരം തരും. ഞാൻ തീരുമാനിക്കുകയാണ് ഇന്നു മുതൽ ജയകരമായൊരു ജീവിതം ഈ ഭൂമിയിലൂടെ നയിക്കുമെന്ന്. അങ്ങനെ തീരുമാനിക്കുന്ന പക്ഷം അതിൽ നിലനിൽക്കാനുള്ള കൃപ സ്വർഗത്തിൽ നിന്ന് അയച്ചു തരും. മാനസാന്തരപ്പെട്ടവനുള്ള ഗുണങ്ങൾ. മാനസാന്തരപ്പെട്ടവൻ്റെ ഹൃദയം എപ്പോഴും എന്താണ് പറയുന്നത്? ഞാൻ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ പ്രിയപ്പെടുന്നു. ഞാൻ പ്രിയപ്പെടുന്നു. മാനസാന്തരപ്പെട്ടവൻ്റെ പ്രാർത്ഥന ഒരു പ്രശംസയുടെ പ്രാർത്ഥനയല്ല, ഒരു ആത്മാസന്തോഷത്തിൻ്റെ പ്രാർത്ഥനയല്ല. ആത്മാസന്തോഷമല്ല മാനസാന്തരപ്പെട്ടവൻ്റെ പ്രാർത്ഥന, ഒരു പ്രശംസയുടെ പ്രാർത്ഥനയല്ല. അവൻ്റെ ഹൃദയം എപ്പോഴും ദുഃഖിച്ചുകൊണ്ടിരിക്കും. ഞാൻ ചെയ്തതെല്ലാം ദൈവത്തിൻ്റെ ഹൃദയത്തെ തണുപ്പിക്കുന്നതായിരുന്നില്ലല്ലോ എന്ന്. മാനസാന്തരപ്പെട്ടവൻ്റെ തീരുമാനം അവൻ സ്വർഗത്തെ അറിയിക്കും, ഞാൻ ഇനി ദോഷത്തിന് പകരം പ്രതികാരം ചെയ്യുകയില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കണ്ണുകളെ നമുക്കായി പിടഞ്ഞു മരിച്ച കാൽവരി ക്രൂശിലെ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം. തീരുമാനങ്ങൾ ഉറക്കെ അല്ല, കണ്ണീരിൽ കുതിർത്ത കുറച്ച് തീരുമാനങ്ങൾ സ്വർഗത്തോട് നമുക്ക് അറിയിക്കാം. എന്താണ് അറിയിക്കാനുള്ളത്? കർത്താവേ, ഞാൻ ഇന്ന് മാനസാന്തരപ്പെടുന്നു. ഞാൻ ഇന്ന് വ്യക്തമായ ഒരു തീരുമാനം നിൻ്റെ മുമ്പാകെ ഞാൻ അറിയിക്കുന്നു. ഗുണങ്ങൾ ഞാൻ കേട്ടു, തീരുമാനങ്ങൾ ഞാൻ കേട്ടു, ആഗ്രഹങ്ങൾ ഞാൻ കേട്ടു. കർത്താവേ, ഇതെല്ലാം ഞാൻ നിൻ്റെ മുമ്പാകെ വയ്ക്കുന്നു. എനിക്ക് വേണ്ടതുപോലെ ഒന്നും മനസ്സിലായിട്ടില്ല. ഈ വഴിയിലൂടെ എന്നെ മുൻപോട്ട് നയിക്കണമേ. സത്യവചനം കേട്ട് മാനസാന്തരപ്പെട്ടവനായി ഈ ഭൂമിയിൽ കൂടെ ഓട്ടം തികച്ച് നിൻ്റെ സന്നിധിയിൽ എത്തപ്പെടുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. സകലവും ഞങ്ങൾക്ക് ആ ജീവനെ തന്ന അരുമരക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ യാചിക്കുന്നു. കൃപയോടെ കേട്ട് തിരുവള്ളം പോലെ മാത്രം ഉത്തരമരുളുമാറാകണമേ. ആമീൻ.